നമസ്കാരം. നമ്മൾ ഒരിക്കലും അത് കാണരുത് എന്നാഗ്രഹിക്കുന്ന ഒരുപാട് ദൃശ്യങ്ങൾ ഈ ലോകത്തുണ്ടാകും. അതിലേറ്റവും പ്രധാനപ്പെട്ടതൊന്നാണ് ഒരു മനുഷ്യനെ ക്രൂരമായി കൊല്ലുന്നത് കാണുക എന്നുള്ളത്. അത്തരത്തിലുള്ള ഒരു ദൃശ്യമാണ് കഴിഞ്ഞ ദിവസം നമ്മളെല്ലാവരും കാണാൻ നിർബന്ധിതരായത്. വിഴിഞ്ഞത്തെ മുക്കോലയുള്ള ഒരു ബാറിൽ നിന്ന് വെച്ചുണ്ടായ പ്രശ്നങ്ങളെ തുടർന്നാണ് ഈ സുമൻ എന്നറിയപ്പെടുന്ന ഈ ചെറുപ്പക്കാരനെ അച്ചു അനന്തു എന്നുള്ള പേരുള്ള രണ്ട് സഹോദരന്മാർ ചേർന്ന് മർദ്ദിച്ച് കൊലപ്പെടുത്തുന്നത്. ഇവർക്കൊപ്പം ചില കൂട്ടുകാരും ഉണ്ടായിരുന്നു. ബാറിനുള്ളിൽ വെച്ച് ഷാൻ എന്ന വ്യക്തിയുമായി ഈ മർദ്ദിത സംഘങ്ങൾ തമ്മിലെന്തോ പ്രശ്നമുണ്ടായെന്നും അക്കാര്യത്തിൽ സുമൻ ഇടപെട്ടു എന്നാണ് പറയപ്പെടുന്നത്. തുടർന്ന് സുമനെ ബാറിനകത്തിട്ട് ഇവർ അതിഭീകരമായി മർദ്ദിക്കുകയായിരുന്നു. തല്ലുകൊണ്ട് ഒടുവിൽ രക്ഷപ്പെടാൻ വേണ്ടി ഇയാൾ പുറത്തേക്ക് ഇറങ്ങി ഓടുമ്പോൾ ഈ സഹോദരന്മാർ പുറകെ എത്തി ഇയാളെ പിടികൂടി വീണ്ടും മർദ്ദിക്കുകയാണ്. അതിക്രൂരമായാണ്. അയാളുടെ മുഖത്തും നെഞ്ചിലും തലയിലുമൊക്കെ തന്നെ അതിഭീകരമായി ഇവർ മർദ്ദിക്കുന്നുണ്ട്. വഴി പോയ ഒരാൾ ഇക്കാര്യം മൊബൈൽ ചിത്രീകരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ വീഡിയോ ഇടറ എന്നാണ് അവർ പറയുന്നത്. ഞാൻ കുഴപ്പമില്ല, ഞങ്ങൾ കേസ് വരട്ടെ, ഞങ്ങൾ നേരിട്ട് കൊള്ളാം എന്ന് പറഞ്ഞുകൊണ്ടാണ് അതിഭീകരമായ രീതിയിൽ ഈ ഒരു മനുഷ്യനെ ഈ സഹോദരന്മാർ ചേർന്ന് ഭീകരമായി മർദ്ദിച്ച് അവസാനാക്കിയതിന് ശേഷം അവിടെ കളഞ്ഞിട്ട് പോകുന്നത്. ഒടുവിൽ ആശുപത്രിയിൽ എത്തിക്കുമ്പോൾ ഈ സുമൻ മരിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ നാട്ടിലെ യുവതലമുറ ഇതെങ്ങോട്ടാണ് പോകുന്നത് എന്നുള്ളതിനെക്കുറിച്ചുള്ള വ്യക്തമായൊരു ചിത്രമാണ് ഇവിടെ നമുക്ക് ലഭിക്കുന്നത്. നമ്മളൊരു കാര്യം ചെയ്യാൻ ഇറങ്ങുമ്പോൾ അതിൻ്റെ ഭവിഷ്യത്തുകളെക്കുറിച്ച് ഒന്നും ചിന്തിക്കാതെ മദ്യലഹരി അല്ലെങ്കിൽ മയക്കുമരുന്നിൻ്റെ ലഹരിയിൽ ഓരോന്ന് കാട്ടിക്കൂട്ടുന്ന പുതിയ തലമുറയിലെ ചെറുപ്പക്കാർ പലരും ഇനിയുള്ള അവരുടെ ജീവിതകാലം എത്രയോ വർഷം ഇരുമ്പഴിക്കുള്ളിൽ കടക്കേണ്ടി വരും എന്നുള്ള കാര്യം അവർ പോലും ഓർക്കുന്നില്ല. വീഡിയോ എടുത്തോ, കുഴപ്പമില്ല, ഞാൻ കേസ് നടത്താം എന്നൊക്കെ പറയുന്ന ഈ ധീരശൂര പരാക്രമികൾ പിന്നീട് പോലീസിൻ്റെ മുന്നിലെത്തുമ്പോൾ അല്ലെങ്കിൽ കോടതിയിലൊക്കെ എത്തുമ്പോൾ ഭയന്ന് പറച്ച് എങ്ങനെയെങ്കിലും തങ്ങളെ രക്ഷിക്കണം എന്ന് കേണപേക്ഷിക്കുന്ന കാഴ്ചയാണ് പലപ്പോഴും നമ്മൾ കണ്ടിട്ടുള്ളത്. എനിക്ക് ആരുമില്ല, എൻ്റെ അച്ഛനമ്മയെ നോക്കാൻ ആരുമില്ല, അല്ലെ എൻ്റെ ഭാര്യയ്ക്കും മക്കൾക്കും ഇനി ആരുമില്ല, എന്നെ വെറുതെ വിടണം എന്നൊക്കെ കോടതിയിൽ കരഞ്ഞ് തൊഴുതുകൊണ്ടൊക്കെ ഇവർ പലരും പറയുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. കേരളം പോലെയുള്ള ഒരു സംസ്ഥാനത്ത് ഇത്തരം സംഭവങ്ങൾ ഇതൊരു തുടർക്കഥയാണ്. ഇത് ആദ്യ സംഭവമെന്ന് പറയാൻ കഴിയുകയില്ല. പക്ഷേ അവിടെ CCTV ദൃശ്യങ്ങൾ ഉണ്ടായിരുന്നതുകൊണ്ടും ഒരു വ്യക്തി ഇത് ചിത്രീകരിച്ചതുകൊണ്ടുമാണ് ഈ ദൗർഭാഗ്യകരമായ ദൃശ്യങ്ങൾ നമ്മളെല്ലാവരും കാണേണ്ടി വന്നത്. അതിക്രൂരമാണ് ആ ദൃശ്യങ്ങൾ. നമുക്ക് അങ്ങോട്ട് നോക്കാൻ പോലും കഴിയുകയില്ല. ഒരു മനുഷ്യനെ റോഡിലിട്ട് രണ്ടുപേർ ചേർന്ന് ഇത്രയും ഭീകരമായി, അത് സഹോദരന്മാരാണ് നമ്മൾ ഓർക്കുക. ഇവരുടെ വീട്ടുകാരുടെ അവസ്ഥ എന്തായിരിക്കും? ഇനി ഇവർ കേസിൽ പ്രതികളാകുന്നു, ഇവർക്ക് വക്കീലിനെ ഏർപ്പാടാക്കണം, കേസ് നടത്തണം. ഏതായാലും ഇത്രയും പരസ്യമായ എല്ലാ തെളിവുകളുടെയും കൂടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ കേസെടുക്കുന്നത് എന്നുള്ള കാര്യം ഉറപ്പായിരിക്കുകയാണ്. കാര്യം ദൃശ്യങ്ങൾ പോലും തെളിവാണല്ലോ. കാരണം ഈ ദൃശ്യങ്ങൾ വരെ ഇതിൻ്റെ ഏറ്റവും നല്ല തെളിവാണ്. സാക്ഷിമൊഴികളെയൊക്കെ ഇവർ സ്വാധീനിക്കാൻ ശ്രമിച്ചാലും ദൃശ്യങ്ങൾ ഒരിക്കലും കള്ളം പറയുകയില്ല. അതുകൊണ്ട് തന്നെ ജീവിതത്തിൻ്റെ വലിയൊരു ഭാഗം ഇവരിനെ ജയിലിൽ കഴിയേണ്ടി വരും എന്നുള്ള കാര്യവും ഉറപ്പാണ്. ഇവരുടെ വീട്ടിലെ അവസ്ഥയെക്കുറിച്ചൊന്നും നമുക്കറിയില്ല. ഇവർ എവിടുത്തെ ആരാണ്, ആരുടെ മക്കളാണെന്നുള്ള കാര്യവും നമുക്കറിയില്ല. എങ്കിലും കേരളത്തിൽ ഇത്തരം സംഭവങ്ങൾ തുടർക്കഥയായി മാറുകയാണ്. പെട്ടെന്ന് പ്രകോപിതരാകുന്ന യുവത്വങ്ങൾ. നമ്മൾ കഴിഞ്ഞ കുറേ മാസങ്ങളായി പല ദൃശ്യങ്ങളും സമൂഹ മാധ്യമങ്ങളിൽ കണ്ടതാണ്. എന്തെങ്കിലും നിസ്സാര കാര്യം ഒരാൾ ഇവരോട് ആവശ്യപ്പെടുമ്പോൾ അതിന് അല്ലെങ്കിൽ അവരെ ഒന്ന് ശാസിക്കുന്ന രീതിയിൽ സംസാരിച്ച് കഴിഞ്ഞാൽ അവരെ തല്ലിക്കൊല്ലാൻ പോലും മടിക്കാത്ത രീതിയിൽ അത്ര ക്രൂരമായി മർദ്ദിക്കുന്ന ഒരു തലമുറ. ഒരുപക്ഷെ മയക്കുമരുന്നിൻ്റെ സ്വാധീനമാകാം ഇതിൻ്റെ വലിയ പ്രേരണകളിലൊന്ന്, അതല്ലെങ്കിൽ മദ്യവും ആകാം. ഏതായാലും ബാറിനുള്ളിൽ വെച്ചാണ് ഈ സംഭവം നടന്നിരിക്കുന്നത്. രാത്രി 10 മണിക്ക് ശേഷമാണ് ഈ അക്രമ സംഭവം നടന്നിരിക്കുന്നത്. കേരളത്തിലെ ക്രമസമാധാനം എത്രമാത്രം തകർന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമായി മാറുകയാണ് ഈ സംഭവങ്ങളെല്ലാം തന്നെ. കേരളത്തിൽ ഇപ്പോൾ എത്ര ബാറുകളുണ്ട് എന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ ഇടതുപക്ഷ മുന്നണി കേരളം ഭരിക്കാനെത്തുമ്പോൾ അന്ന് ഇവിടെ എത്ര ബാറുകളുണ്ടായിരുന്നു, ഇപ്പോൾ എത്ര ബാറുകളുണ്ടെന്ന് ചോദിച്ചാൽ അജഗജാന്ത വ്യത്യാസമാണ് ഉള്ളത്. 2014 തെരഞ്ഞെടുപ്പ് കാലത്ത് പ്രശസ്ത സിനിമാ താരങ്ങളായ ഇന്നസെൻറ്റിനെയും KPS കളിലേക്ക് രംഗത്തിറക്കി LDF പുറത്തിറക്കിയ വീഡിയോയിൽ മദ്യരഹിത കേരളത്തെക്കുറിച്ചാണ് അവരെല്ലാവരും സംസാരിക്കുന്നത്. പക്ഷേ പിന്നീട് നമ്മൾ കണ്ട കാഴ്ച കേരളത്തിലെവിടെയും ഓരോ ചെറു പട്ടണങ്ങളിൽ പോലും എത്രയോ ബാറുകൾ ഒരുമിച്ച് അനുവദിക്കുന്ന കാഴ്ചയാണ്. അതുകൊണ്ട് കേരളത്തിലെ ഭരണകക്ഷിക്ക് അല്ലെങ്കിൽ നേതാക്കന്മാർക്കും പാർട്ടിക്കും എല്ലാം തന്നെ ഒരുപാട് നേട്ടങ്ങൾ, ഭൗതിക നേട്ടങ്ങൾ ഉണ്ടായിരിക്കാം എങ്കിൽ പോലും എത്രയോ കുടുംബങ്ങളെയാണ് അത് അനാഥമാക്കുന്നത് എന്നുള്ളതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ തെളിവായി മാറുകയാണ് ഈ കോവളത്ത് നടന്ന ഈ സംഭവം. മറ്റൊന്ന്, ഇവർ ഈ ക്രൂരമായി ഈ ചെറുപ്പക്കാരനെ റോഡിലിട്ട് തല്ലിക്കൊല്ലുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന മനുഷ്യരാരും എന്തുകൊണ്ട് ഇതിൽ ഇടപെട്ടില്ല എന്നുള്ളതാണ്. ഒരുപക്ഷെ ഇടപെടാൻ പോയ തങ്ങളെ ഇവർ ആക്രമിക്കും എന്നുള്ള ഭയം കൊണ്ട് തന്നെ ആയിരിക്കാം. കാരണം ഇത്തരം പ്രശ്നക്കാരായ ചെറുപ്പക്കാരെ സംബന്ധിച്ചിടത്തോളം അവർ തങ്ങൾക്ക് നേരെ വരുന്ന ആരെയും തൻ്റെ ശത്രുവായി കണക്കാക്കുകയും അവരെ ക്രൂരമായി നേടുകയും ചെയ്യുന്നതാണ് ഇവരുടെ ഒരു രീതി. ഒരുപക്ഷെ ഈ ബാറിനുള്ളിൽ വെച്ച് ഈ സുമൻ എന്ന ഈ ചെറുപ്പക്കാരൻ ഈ രണ്ട് സഹോദരന്മാരും മറ്റാരോടെങ്കിലും വഴക്കിന് പോയപ്പോൾ ഇയാൾ ഒത്തുതീർപ്പ് ശ്രമിച്ച ആളാണോ എന്നുപോലെ നമുക്കറിയില്ല. ഇയാൾ ഇടപെട്ടിരുന്നു എന്നാണ് പറയുന്നത്. അതോ ഇയാൾ ഇവരുമായി വഴക്കുണ്ടാക്കാൻ പോയ ആളുകളുടെ സംഘത്തിൽപ്പെട്ട ആളാണോ എന്നറിയില്ല. ഏതായാലും രാത്രി 10 മണിക്ക് ശേഷമാണ്
നമ്മുടെ നാട്ടിൽ പലപ്പോഴും ഇത്തരത്തിലുള്ള ഈ ബാറുകളും മറ്റും പ്രവർത്തിക്കുന്ന സമയം നീട്ടിയ സാഹചര്യത്തിൽ കൃത്യമായി അവിടെ നിന്ന് പുറത്തിറങ്ങി വന്ന് റോഡിൽ ഇത്രയും അതിക്രമങ്ങൾ കാണിക്കുന്ന ഒരു സംഘം ചെറുപ്പക്കാർ വളരെ അപൂർവമായൊരു സംഭവമായി ഒരു കാലത്ത് കണക്കാക്കപ്പെട്ടിരുന്നുവെങ്കിൽ ഇന്ന് കേരളത്തിൽ എല്ലായിടത്തും കാണുന്ന കാഴ്ച തന്നെയാണിത്. ഇത് നാളെയും കേരളത്തിലെ ഏത് സ്ഥലത്ത് വേണമെങ്കിലും സംഭവിക്കാം. വലിയ നഗരങ്ങളിൽ മാത്രമല്ല, വിഴിഞ്ഞം പോലെയൊക്കെയുള്ള ചെറു പട്ടണങ്ങളിലും ഇതൊക്കെ തന്നെ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. വിഴിഞ്ഞം അന്താരാഷ്ട്ര ശ്രദ്ധ ആകർഷിച്ചുകൊണ്ട് മുന്നേറുന്ന ഒരു വലിയ തുറമുഖമായി മാറിക്കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിലാണ് അവിടെ പരസ്യമായി നടു റോഡിലിട്ട് ഒരു മനുഷ്യനെ മർദ്ദിച്ച് കൊല്ലുന്നത്. ഇതൊക്കെ തന്നെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം അങ്ങേയറ്റം അപമാനകരമായൊരു കാര്യമാണ്. ഇത് ഉത്തരേന്ത്യയിലോ മറ്റോ ആണ് നടന്നിരുന്നത് എങ്കിൽ എന്തായിരുന്നേനെ ഇവിടുത്തെ ഇടതുപക്ഷ ഹാൻഡിലുകൾ സമൂഹ മാധ്യമങ്ങളിൽ നടത്തുമായിരുന്ന വ്യാപക പ്രചരണം എന്ന് നമ്മൾ ചിന്തിക്കേണ്ടി വരും. ഇതിനെതിരെ വിരലുയർത്താൻ നമ്മുടെ നാട്ടിലെ ഒരു സാംസ്കാരിക നായകന്മാർ രംഗത്തെത്തുകയില്ല. കാരണം അവർക്കെല്ലാം അറിയാം ഈ ബാറുകൾ അനുഭവിച്ചുകൊണ്ടുള്ള നേട്ടങ്ങൾ ഉണ്ടായത് മുഴുവൻ ഇടതുപക്ഷ സർക്കാരിനാണ്. അതുകൊണ്ട് തന്നെ വെറുതെ ഇതിൽ ഇടപെട്ട് നമ്മുടെ കസേര തെറിക്കേണ്ട എന്ന ആഗ്രഹമുള്ള സാംസ്കാരിക നായകന്മാർ ഒരുപാട് പദവികളിൽ നിന്നിരിക്കുന്ന ഒരു കാലഘട്ടം കൂടി. അതുകൊണ്ട് തന്നെ ആരും ഇന്നും മിണ്ടുകയില്ല. കേരളത്തിലെ ജനങ്ങൾ ഏതായാലും ഒരു വോട്ടെടുപ്പിലൂടെ തങ്ങളുടെ പ്രതികരണം നടത്തിയിട്ടുണ്ട്. അടുത്ത മാസം 4-ാം തീയതി വരെ നമ്മളെ കാത്തിരിക്കേണ്ടി വരും അതിൻ്റെ ഫലം പുറത്തു വരാൻ. അതിനുശേഷമെങ്കിലും കേരളത്തിലെ നിലവിലുള്ള ഈ കുത്തഴിഞ്ഞ ക്രമസമാധാന പ്രശ്നം ഒന്ന് നേരെയാക്കാൻ അന്ന് വരുന്ന ആഭ്യന്തരമന്ത്രിക്ക് അല്ലെങ്കിൽ സർക്കാരിന് കഴിയുമോ എന്നാണ് എല്ലാവരും ആകാംക്ഷയോടെ അതിലേറെ ഭീതിയോടെ ഉറ്റുനോക്കുന്നത്.